ക്രൈസ്തലോ പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. സങ്കീർത്തനം 112 സങ്കീർത്തനക്കാരൻ പറയുന്ന ബുദ്ധിപദേശം എന്താണെന്ന് നമുക്ക് കേൾക്കാം. യഹോവയായ ദൈവത്തെ സ്തുതിപ്പിൻ, ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുമ്പോൾ, സർവകൃപാലുമായ ദൈവത്തെ സ്തുതിക്കേണ്ട തരത്തിൽ സ്തുതിക്കുന്നവരും ഈ ഏകസത്യ ദൈവത്തെ ഭയപ്പെടേണ്ട തരത്തിൽ ഭയപ്പെടുന്നവരും ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യൻ നമ്മിൽ ആരൊക്കെയാണോ അവർ ദൈവസന്നിധിയിൽ ഭാഗ്യവാന്മാരാണെന്ന് ഇതിനാൽ നമുക്ക് ഉറപ്പുവരുത്താമല്ലോ. അങ്ങനെയെങ്കിൽ ജീവനുള്ള സത്യദൈവവുമായി അഭേദ്യമായ ബന്ധം ആർക്കെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഈ ദൈവത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണെന്ന് എടുത്തു പറയാതിരിക്കുവാൻ കഴിയില്ല. അപ്പോൾ തന്നെ അത്തരം നിലവാരമുള്ളവരെ യഹോവയായ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആയതിനാൽ ഇത്തരം മനോഭാവമുള്ളവരെ സങ്കീർത്തനക്കാരൻ ദൈവാത്മാവിൽ വിലയിരുത്തുന്നത് എപ്രകാരമാണെന്ന് സങ്കീർത്തനം 112 വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുന്തോറും നമ്മുടെ ആത്മീക വർധനവിനും നമ്മുടെ ആത്മീക അഭിവൃദ്ധിക്കും ഉതകുന്ന തരത്തിലാണ് ഓരോ വാക്യങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ അവയെക്കുറിച്ച് അല്പമായി നമുക്കിവിടെ ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യാം. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു, അവൻ കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നു എന്ന് ഈ വണ്ണം എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ കൊണ്ട് തീരുന്നില്ല. അതിൻ്റെ 10 വാക്യം വരെ പൂർണ്ണമായി ബൈബിൾ നോക്കി വായിച്ചാൽ കാര്യങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ദൈവഭയത്തിലും ദൈവഭക്തിയിലും ജീവിച്ച് നിത്യത കരസ്ഥമാക്കുവാൻ കരുണയുള്ള ദൈവം നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിലപ്പെട്ട സന്ദേശം ഇവിടെ നിർത്തുന്നു. ആമേൻ ആമേൻ. വീണ്ടും തുടരുന്നതാണ്.